Every human being is equal. This is the Indianity and this is the shop of love. Meeting Uttarakhand brother Muhammad Deepak. Such a flame of unity and courage should burn in every Indian youth. This is a chit from opposition leader of Lok Sabha, Mr. Rahul Gandhi. And he used a very rare word of Indianity, an apt word for making the Indianness a passion, the unity a passion. അതെ, മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡുകാരനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് കണ്ടു. പല രാഷ്ട്രീയ നേതാക്കളും പല പ്രമുഖരെയും സമ്പന്നരെയും കോടിപതികളെയും കാണുമ്പോഴാണ് ആ കോടിപതികളുടെ ഒരു പരിപാടിക്കും പോകാത്ത, അവരുടെ ക്ഷണം പലതുമുണ്ടായിട്ടും അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് പോലും പങ്കെടുക്കാത്ത ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഇന്ത്യൻനെസ്സിൻ്റെ ഐക്കണായി മാറിയ, ഇന്ത്യത്വത്തിൻ്റെ പ്രതീകമായി മാറിയ ഉത്തരാഖണ്ഡിലെ ആ ജിമ്മറെ കണ്ടത്. ജിംനേഷ്യം നടത്തുന്ന മുഹമ്മദ് ദീപക്കിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉത്തരാഖണ്ഡിൽ ഒരു വൃദ്ധനായ ഒരു ബാബ, അദ്ദേഹം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആ കടയുടെ പേര് അങ്ങനെ എഴുതിയത് ഹിന്ദുത്വ ഭീകരർക്ക് ഇഷ്ടപ്പെട്ടില്ല. മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ നിർഭയമായി രംഗത്ത് വരികയും നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് ദീപക് ആണെന്ന് ഉറക്കെ പറയുകയും ചെയ്ത ആ മനുഷ്യൻ, അതിനൊരുപാട് വെല്ലുവിളി നേരിടേണ്ടി വന്നെങ്കിലും ആ മനുഷ്യനോട് രാജ്യം ഐക്യദാർഢ്യപ്പെട്ടു. പല ജനപ്രതിനിധികളും അവിടെ പോവുകയും കാണുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ അടക്കം ക്ഷണിച്ച് വീട്ടിൽ വരുത്തി ഇന്ത്യൻനെസ്സിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ എഴുതി. ആ മുഹമ്മദ് ദീപക് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് രാജസ്ഥാനിലുണ്ടായത്. രാജസ്ഥാനിൽ ടോങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ബ്ലാങ്കറ്റ് സാധാരണക്കാരായ മനുഷ്യർക്ക് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു BJP നേതാവ്. ആ BJP നേതാവിൻ്റെ പേര് സുഖ്ബീർ സിംഗ് എന്നാണ്. അദ്ദേഹം MP ആണ്. അദ്ദേഹം ഫോർമർ MP ആണ്. അവിടെ കൂടിയ ആളുകളോട് അദ്ദേഹം ഈ ബ്ലാങ്കറ്റ് കൊടുക്കുന്നതിനിടയിൽ പേര് ചോദിച്ചപ്പോൾ അതിൽ ഒരു റസിയയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നസീമയോ 2-3 മുസ്ലിം പേരുകാരുണ്ടായിരുന്നു. ആ ബ്ലാങ്കറ്റുകൾ ആ പേര് കേട്ട മാത്രയിൽ അദ്ദേഹം തിരികെ വാങ്ങി. പറഞ്ഞ ന്യായം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുച്ഛിക്കുന്നവർക്കും വെറുക്കുന്നവർക്കും ഈ പുതപ്പ് കൊണ്ട് പുതയ്ക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞാണ് ആ പേര് കേട്ട ശേഷം അവർ തിരികെ വാങ്ങിയത്. പക്ഷേ ആ നിമിഷം അവിടെ കൂടിയിരുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ച ഇന്ത്യൻനെസ്സുള്ള ബാക്കി നിർധനരായ ഗ്രാമീണർ തങ്ങളുടെ പുതപ്പെടുത്ത് അവൻ്റെ അടുത്തേക്ക് തിരിച്ചെറിഞ്ഞു കൊടുത്തു. അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പുതപ്പാണ്, അവരുടെ കയ്യിൽ നിന്നും അവരുടെ പേര് കൊണ്ടാണ് നീ പുതപ്പ് വാങ്ങിയതെങ്കിൽ ആ പുതപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഗ്രാമവാസികൾ തിരിച്ചവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുത്ത ആ മനോഹരമായ ഇന്ത്യൻനെസ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അജ്മീർ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇതുപോലെയുള്ള ഈ വിദ്വേഷികളായ കുഴലൂത്തുകാർ നടത്തുന്ന പലതരം അഭ്യാസങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ടാവുന്നത്. അവിടെയാണ് ജാതിയും മതവും നോക്കി ഇത് കൊടുത്ത ശേഷം പിടിച്ചു വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ തിരിച്ചറിയാൻ മനസ്സ് കാണിച്ച ഇന്ത്യക്കാർ. ആ ചേർന്ന് നിൽക്കൽ മാത്രം മതി ഈ വിദ്വേഷത്തെ അതിജീവിക്കാൻ. ആളുകൾക്കിടയിൽ വിദ്വേഷം വിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ആ കച്ചവടത്തിന് വിദ്വേഷികൾ കരുത്തോടെ ഇറങ്ങുന്നത്. അത് വിൽക്കുന്നില്ല, ഇന്ത്യക്കാർ ചേർന്നാണ് നിൽക്കുന്നതെന്നറിയുന്ന നിമിഷം അവസാനിക്കാവുന്നതേ ഉള്ളൂ ഈ വിരോധവും വിദ്വേഷവും കത്തിക്കലല്ല. ഏതായാലും മുഹമ്മദ് ദീപക് കൊളുത്തിവിട്ട ജ്വാല ചില മനസ്സുകളിലെങ്കിലും ചെറിയ അഗ്നിസ്ഫുലിംഗങ്ങൾ തീർത്തു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെയാണ് ഈ രാജ്യത്തിന് അനിവാര്യമായ ഉത്തരം. അതിനിയും നമുക്ക് ശക്തമായി ഊതിക്കത്തിക്കാം. പരസ്പരം മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് ഉറക്കെ പറയാം, ജാതിക്കും മതത്തിനും അതീതമായി.